എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷം അങ്ങോട്ട് കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ അല്ല നാളത്തെ വിശേഷം നമ്മൾ കാണാനായിട്ട് പോകുന്നേ. ഗീത ഒരു പുതിയ തന്ത്രമൊക്കെ പയറ്റുന്നുണ്ട് പ്രിയമോളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിട്ട്. ഇനിയിപ്പം പെട്ടെന്നുള്ള എന്തെങ്കിലും ഷോക്ക് ഉണ്ടായാൽ മാത്രമേ പ്രിയയ്ക്ക് ജീവിതത്തിലേക്ക് ഉടനെ ഒരു മടങ്ങിവരവ് ഉണ്ടാവുള്ളൂ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം അങ്ങനെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പ്രിയ അങ്ങനെ കുറെ കാലത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരികെ വരുവാണ്. പ്രിയ സംസാരിച്ചു തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു അവർണിക ആ പട സങ്കടത്തില. അവർണിക ഞാൻ ഇട്ടിട്ട് കിഷോറും ശ്രീജയും കിഷോറിന്റെ അമ്മ എല്ലാരും കൂടെ പോയി. അങ്ങനെ സങ്കടപ്പെട്ട് അവർണിക ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അവർണിക ഗീതനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഗീതനെ ഫോൺ ചെയ്തിട്ട് ഗീതയോട് കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു, അതെ അവർണിക പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്ത് വന്നാലും ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും. ദേ എന്നെ ഒരു അനിയത്തിയെ പോലെ തന്നെ കണ്ടാൽ മതി, എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഈ പേടിക്കൊന്നും വേണ്ട. അവരിട്ടിട്ട് പോയെന്നോർത്ത് അവർണിക തളർന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. അവനെപ്പോലെ ഒരു ദുഷ്ടനായ ഭർത്താവ് ഉള്ളതിനേക്കാളും ഭേദം അവർണയ്ക്ക് ഇല്ലായിരിക്കുന്നല്ല നല്ലത്. എന്തേലും കാര്യത്തിന് അവർണയെ ഹെൽപ്പ് ചെയ്യാനാണ് വരാറുണ്ടോ. ഇത് കേട്ടോ അവർണ പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷെ അവരുള്ളത് എനിക്കൊരു ബലമായിരുന്നു. കാരണം ഇപ്പം തന്നെ ആയി പോയപ്പോൾ എന്തോ ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്യുകയെന്ന് പറയാം. അതൊന്നും ഓർത്ത് പേടിക്കണ്ട, എല്ലാം ശരിയാവും, എല്ലാം നല്ലതിന് വേണ്ടി കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർണയെ ആശ്വസിപ്പിക്കണം. ഗീതനെ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർണയ്ക്ക് ശരിക്കും ഒരു ആശ്വാസമായത്. പിന്നീട് അവർണയ മുറി പോയി ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ കിടക്കുവാണ്. ഈ സമയം ഗീതു ഇങ്ങനെ ആലോചിച്ച് പ്രിയനെ കുറിച്ചാ. എങ്ങനെയെങ്കിലും പ്രിയനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം, അതിനെന്താ ഒരു മാർഗം. ആ സമയത്താണ് വിനോദിന്റെ കോള് വരുന്നത്. കോളെടുത്തു, ചേച്ചി എനിക്ക് പ്രിയാനും കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിച്ചാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രിയാനെ ഇപ്പൊ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരാന്ന് പറയണം. അങ്ങനെ വീഡിയോ കോൾ വിളിച്ചിട്ട് പ്രിയാനും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുക. വിനോദിനാണ് നേരിട്ട് കാണുന്ന ഭയങ്കര ആഗ്രഹം. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, ചേച്ചി നാളെ ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നോട്ടേന്ന് ചോദിക്കുക. അതിപ്പോ ഞാൻ ഗോവിന്ദനോട് ചോദിക്കാതെ എങ്ങനെയാ പറയണേ. ചേച്ചി പ്ലീസ് ചേച്ചി ഒരു തവണയൊന്ന് വന്ന് കണ്ടോട്ടെ, ഞാൻ കൊതിയായിട്ടല്ലേ, ഞാൻ എത്ര നാളായി കണ്ടിട്ട്. എനിക്കറിയാം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾ വരണ്ടാന്ന് പറയില്ല, അവൾക്ക് എന്നെ ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി, അതുകൊണ്ട് ഞാൻ ഒന്ന് വന്ന് കണ്ടോട്ടേന്ന് ചോദിക്കാം. അവസരം ഗീത് പറഞ്ഞു, ഞാൻ പറയാം, നീ ഒരു കാര്യം ചെയ്യാം, നാളെ ഇങ്ങോട്ട് പോരാൻ പറയണം. ആ സന്തോഷത്തിലായിരുന്നു വിനോദ്. അതോടൊപ്പം വിലാസിനിക്ക് സന്തോഷമായി. കാരണം മുമ്പത്തെ പോലെയല്ല, പ്രിയയ്ക്ക് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഫോൺ വിളിക്കുമ്പോൾ ഗീതു പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രിയ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നാ വിലാസിനിയുടെ ആഗ്രഹം. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം, പ്രിയനെ കുഞ്ഞിനെ തനിക്ക് നോക്കണം, അങ്ങനെ പല പല ആഗ്രഹങ്ങളും വിലാസിന്റെ മനസ്സിലും ഉണ്ട്. പിന്നീട് ഗീതു മുറിയിലേക്ക് ചെല്ലുവാണ്. മുറിയിലേക്ക് ചെന്നപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ഗോവിന്ദനോട് പറഞ്ഞു, അതെ നാളെ വിനോദ് വന്ന് പ്രിയനും കുഞ്ഞിനെ കണ്ടോട്ടെന്ന് ചോദിച്ചെന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, എന്തിനാ അവന് കാണാൻ വരുന്നേ, അവൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, അന്ന് ശരിയാകത്തില്ലെന്ന് പറയാം. എന്താ കണ്ണാട്ടെ പറയണേ, വിനോദ് വന്ന് കണ്ടെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ, അവന്റെ പേര് പോലും എനിക്ക് കേൾക്കുന്ന ദേഷ്യമെന്ന് അറിയാലോ എന്ന് പറയണേ. ഇത് കേട്ട് കഴിയുമ്പത്തിന് ഗീത പറഞ്ഞു, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എന്താണ് ഞാൻ വിനോദിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, വിനോദ് ഒന്ന് കണ്ടിട്ട് പോട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. ഗീതുവിന് മനസ്സിലായി ഇനി താൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്നാലും വിട്ടുകൊടുക്കാണ്ട് ഗീതു അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഗീതു എന്ത് ചെയ്യാണ്, ഗീതു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. ഗോവിന്ദന് മനസ്സിലായി അവളെ കട്ടക്കലിപ്പിലാന്ന്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പതിവിലും വിപരീതമായിട്ട് രേഖയാണ് അങ്ങോട്ട് ചായ ആയിട്ട് വരുന്നത്. അങ്ങനെ ചായ കൊണ്ട് രേഖ വന്ന് ഇപ്പം ഗോവിന്ദ് ചോദിച്ചു, അല്ല ഗീതു എന്തേന്ന് ചോദിക്കുകയാണ്. ഗീതു വന്നില്ല, അവൾ എന്തേന്ന് ചോദിച്ചാൽ, ഓ എനിക്കൊരു ചായ കൊണ്ടു തരാൻ പോലും അവൾക്ക് മടിയാണെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ രേഖ പറഞ്ഞു, അല്ല ഗോവിന്ദനോട് ഗീതു വിനോദിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ഗോവിന്ദനോട് സമ്മതിച്ചില്ലെന്നാണല്ലോ ഗീതു പറഞ്ഞെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കണം നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കും. അതെന്താ ഗോവിന്ദേട്ട അങ്ങനെ പറഞ്ഞേ, ഇത്രയും കാലം ഗീതു ഗോവിന്ദന് വേണ്ടിയല്ല ജീവിച്ചെന്ന് ചോദിക്കും. പിന്നെ ജീവിച്ച കാര്യമൊക്കെ ഓക്കെ, പക്ഷേങ്കിൽ അവൾക്ക് എന്നെ ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് രേഖ ചോദിച്ചു, അല്ല ഗോവിന്ദന് ഗീതുനെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇത്രയും കാലമായി കൂടെ കഴിഞ്ഞിട്ട് ഒരു തവണയെങ്കിലും ഗോവിന്ദൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഞാൻ എനിക്ക് അവളെ മനസ്സിലായിട്ടുണ്ടെന്ന് പറയും. അത് വെറും തോന്നൽ മാത്രം, അവളുടെ മനസ്സിൽ എന്താന്ന് ഇതുവരെയായിട്ടും ഗോവിന്ദനും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ, അതൊക്കെ ഉണ്ട്, വിനോദിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, വിനോദ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേങ്കിൽ ഗീതുവിലല്ല പ്രിയയില് എന്തെങ്കിലും മാറ്റങ്ങൾ ചിലപ്പോൾ വന്നാലോ എന്ന് കരുതിയാ. സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷോക്ക് ഉണ്ടാവുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നല്ലേ കണ്ടത്.
അതുകൊണ്ട് ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടാ വിനോദിനെ കൂടെ വിളിച്ചു വരുത്തുന്ന പറയുക. ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടാ? അതെ. ഒരു പക്ഷേങ്കിൽ വിനോദ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും വിനോദും വരുണും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതായിട്ടുള്ള വിനോദും വരുണേട്ടനും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കുറച്ച് സീനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വന്നിട്ടുണ്ട് ഒരു പക്ഷേ ജീവിതത്തിലേക്ക് വീണ്ടും പ്രിയ മടങ്ങി വരുമെന്നൊരു അത് ഒരു ശോധമുണ്ട് ഗീതുവിന്റെ മനസ്സിലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ഇതൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല. അത് പക്ഷേ ഗോവിന്ദേട്ടൻ ഇത് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ദേഷ്യപ്പെടുകയല്ലേ ചെയ്തേ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഗീതു ഇതിനെക്കുറിച്ചൊന്നും പറയാത്തേന്ന് പറയാം. പെട്ടെന്ന് ഗോവിന്ദ് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. രേഖ പിന്നെ അങ്ങോട്ട് പോയി. അതിനുശേഷം വിനോദ് അങ്ങോട്ട് വരുവാണ്. വിനോദിനെ വിളിച്ച് അങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനോദിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അയ്യപ്പേടൻ ഓടി ഇറങ്ങി വരുവാണ്. അയ്യപ്പേടൻ വന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ വിനോദ ഇവിടെ? നിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ വിനോദ് പറഞ്ഞു, അതെ ഞാൻ പ്രിയാനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയും. ദേ നിന്നെ എങ്ങാനും ഇനിയിപ്പോൾ ഇവിടെ ഗോവിന്ദ കുഞ്ഞ് അല്ലെങ്കിൽ വരുണ ആരെയും കണ്ടിട്ടുണ്ട് ആ പട പ്രശ്നമാണെന്ന് പറയാം. നീ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറയാം. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഗീതി ചേച്ചിയാ കുഞ്ഞിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയേക്കാൻ. ഞാൻ കുഞ്ഞിനെ കണ്ടോ പോകത്തുള്ളൂ എന്ന് പറയണം. അയ്യപ്പേടിന് ടെൻഷനായി. അയ്യപ്പേടിന് ഈ കാര്യത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലോ. പിന്നീട് വിനോദ് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. വിനോദ് അകത്തേക്ക് കയറി ചെല്ലുന്ന കഴിയുമ്പോഴത്തേനും അയ്യപ്പേടിനും പുറകെ പോവാ. വല്ലാത്ത ടെൻഷൻ. അപ്പോഴത്തേനും ഗീതു അങ്ങോട്ട് ആഹാ വിനോദോ വരാൻ പറയാണ്. പിന്നീട് വരുണും രാധികാമയും അങ്ങോട്ട് വന്നു. വിനോദിനെ കണ്ടതും വരുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടോ ഗീതു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാ വിനോദ് വന്നേന്ന് പറയാണ്. നീ എന്തിനാ ഇവനെ വിളിച്ചു വരുത്തിയെന്ന് രാധികാമ ചോദിക്കാം. അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിനോദിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് പറയാണ്. അല്ല നിനക്ക് എന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്ന് ചോദിക്കാം. അപ്പത്തേനും രേഖയും ഗോവിന്ദും എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു. ഗീതു പറഞ്ഞു, എനിക്ക് എല്ലാവരോടും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാം. എന്ത് കാര്യങ്ങളാണ് നിനക്ക് സംസാരിക്കാനുള്ളത്? അതെ വിനോദിനെ ഞാൻ വിളിച്ചു വരുത്തിയത് വെറുതെ അല്ല. ഒരു പക്ഷേ വിനോദിനെ കണ്ടു കഴിയുമ്പം പ്രിയയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇനി വിനോദ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പ്രിയനെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ മടക്കി കൊണ്ടുവരാൻ സാധിച്ചാലോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും രാധിക പറഞ്ഞു, അതെന്താ അവൻ വല്ല ദൈവം എന്താണോ ആണോ വന്ന ഉടനെ അനുഗ്രഹിച്ചങ്ങ് പോയ ഉടനെ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാനെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീത് പറഞ്ഞു, അതെ അറക്കുന്നതിന് മുമ്പ് കിടന്ന് പിടയ്ക്കില്ലേ രാധികമ്മേ, കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം പറയാൻ പറയണം. ഞാൻ വിനോദിനെ വിളിച്ചിരിക്കുന്ന മറ്റൊന്നും വേണ്ടിയിട്ടല്ല. കാരണം വിനോദ് വന്നു കഴിയുമ്പോഴത്തേനും അതെ ഈ നിൽക്കുന്ന വരുണേട്ടൻ വിനോദുമായിട്ട് വഴക്കുണ്ടാക്കണം. എന്തിനാ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചോണ്ട് നിങ്ങൾ രണ്ടും കൂടെ കിടന്ന് വഴക്കുണ്ടാക്കുക. അങ്ങനെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഒരു പക്ഷേങ്കിൽ പ്രിയയ്ക്ക് ചിലപ്പം മാറ്റങ്ങൾ ഉണ്ടാവും പറയാണ്. പ്രിയയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാനാ കൊള്ളാം. ഈ പേരും പറഞ്ഞുകൊണ്ട് നിനക്ക് വിനോദിനെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റാല്ലായിരുന്നോടി എന്ന് വരുൺ ചോദിക്കുക. ഇത് കേട്ടൻ പറഞ്ഞു, അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. എന്നിട്ട് വരുൺ പറഞ്ഞു, പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. നീ എന്നൊക്കെ അത് പറഞ്ഞാൽ മതി, എനിക്ക് ഒരു പേരുണ്ട് ഗീതു. ഓഹോ അപ്പൊ നിന്നെ പേര് വിളിക്കണം എന്ന് തന്നെ നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കണം. അതെ നിങ്ങളോട് തന്നെ മര്യാദയ്ക്ക് പറഞ്ഞെന്ന് പറയണേ. നിങ്ങളെന്നോ? നീ എന്നെ വിളിച്ച് നീന്നോ? എന്നും പറഞ്ഞിട്ട് കൈ ചൂണ്ടിക്കണമെങ്കിൽ ചെല്ലുവാണ്. ഗീത പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നോണം, പറഞ്ഞു കേട്ടല്ലോ. അല്ലാതെ എല്ലാവരുടെ അടുത്ത് വെളച്ചിലെടുക്കുന്ന പോലെ എൻ്റെ അടുത്ത് വെളച്ചിലെടുക്കാൻ വന്നാണ്ടല്ലോ. ഞാൻ ഞാൻ ശരിക്കും കളി പഠിപ്പിക്കുമെന്ന് പറയണം. ഗീത നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗീത പറഞ്ഞു, വിനോദെ നീ മുറിയിലേക്ക് ചെല്ലാൻ പറയണം. അങ്ങനെ ആദ്യം വിനോദ് പ്രിയനെയും കുഞ്ഞിനെ പോയി കാണുവാണ്. വിനോദിനെ കണ്ടതും പ്രിയയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി. വിനോദ് പോയി പ്രിയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് വിനോദിനെ കണ്ടപ്പോൾ തന്നെ പ്രിയയ്ക്ക് ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. കുഞ്ഞിനെ എടുത്ത് കുറെ കൊഞ്ചിക്കുന്നുണ്ട്. ആ സമയത്താണ് വരുൺ അങ്ങോട്ട് പാഞ്ഞു കയറി വരുന്നേ. വരുൺ കയറി വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? നിന്നോട് ഇങ്ങോട്ട് കയറില്ലെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം ചോദിച്ചോണ്ട് വിനോദ കൈയൊക്കെ ഒതുങ്ങി പിടിക്കുവാണ്. പെട്ടെന്ന് പ്രിയയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് പറഞ്ഞ് വിനോദൻ തത്തിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. പുറത്തേക്ക് ചെയ്തിട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് അഭിനയിക്കുകയാണ്. ഒച്ചപ്പാടും വേളം ഉണ്ടാക്കുകയാണ്. ഭാഗത്ത് കിടന്ന പ്രിയ ഓർത്ത് എന്താ അവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദൈവമേ, വിനോദേട്ടനെ എല്ലാവരും കൂടി തല്ലി കൊല്ലുമെന്നോ തോന്നുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയയുടെ മനസ്സിൽ പെട്ടെന്നൊരു സംഘർഷം ഉണ്ടാവുകയാണ്. എന്ത് ചെയ്യാനും നടത്തില്ല. കിടന്ന് കിടപ്പ് തന്നെയല്ലേ കിടക്കാൻ പറ്റുള്ളൂ. എഴുന്നേറ്റ് ചെന്ന് അവരോട് വേണ്ടാന്നൊന്ന് പറയണോ തല്ലണ്ടെന്ന് പറയാനും പോലും പറ്റുന്നില്ല. അപ്പത്തേനും ഗീതവും ഗോവിന്ദും എല്ലാവരുടെ ഒച്ചപ്പാടും ബഹളം എല്ലാം കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് ഭദ്രൻ അങ്ങോട്ട് വന്നു. ഭദ്രൻ പക്ഷേ ഈ കളികളൊന്നും അറിഞ്ഞിരുന്നില്ല. ഭദ്രന് ഗോവിന്ദനെ കാണാനായിട്ട് അങ്ങോട്ട് വന്നായിരുന്നു. പക്ഷെ ഭദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇട്ട് വിനോദിനെ തല്ലുന്ന കാഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളം കണ്ടേ. പെട്ടെന്ന് ഭദ്രൻ എന്റെ മോനെ തല്ലുന്നോടാന്ന് ചോദിച്ചിട്ട് വരുണ്ട് ഒരു ഫ്ലവർ വൈസ് എടുത്ത് ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുവാണ്. വരുന്നപ്പത്തേനും വീണ് കഴിയുമ്പോഴത്തേനും ഒച്ചപ്പാടും ബഹളം കേട്ടോണ്ട് അകത്തുനിന്ന് പ്രിയ ഉറക്കെ വിളിക്കുവാണ്. ഏട്ടാന്ന് പറഞ്ഞ് അലറി വിളിക്കുവാണ്. ഈ വീഡിയോച്ച കേട്ടത് എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. അകത്തേക്ക് ഓടി ചെന്ന് കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ച പ്രിയ പതുക്കെ ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുന്നേക്കുന്ന ആ ഒരു രംഗമാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും ഗീതുവിനൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഗോവിന്ദനും മനസ്സിലായി ഗീതുവിന്റെ ആ മരുന്ന് അങ്ങനെ വലിച്ചെന്നുള്ള കാര്യം.
കാരണം ഗീതുവിന്റെ തന്ത്രം ഫലിച്ചു, അതുകൊണ്ടാണ് പ്രിയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.